നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് എങ്ങനെ വാട്സപ്പിൽ നമുക്ക് പോൾ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. വാട്സപ്പിൽ പോൾ എന്നുള്ളത് പുതിയൊരു ഫീച്ചറാണ്. അപ്പം എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏതെങ്കിലും ഒരു കോൺടാക്റ്റോ അല്ലെങ്കിൽ ഗ്രൂപ്പോ സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്താൽ ഇവിടെ താഴെ നമുക്ക് ഇങ്ങനൊരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ പുതിയൊരു പോൾ എന്നുള്ള ഓപ്ഷൻ നമുക്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് എന്ത് ക്വസ്റ്റ്യൻ ആണോ ചോദിക്കേണ്ടത് ആ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഓപ്ഷൻസ് 2 ലഭിക്കുന്നുണ്ട്. ഓപ്ഷൻസ് എന്താണെന്ന് വെച്ചാൽ അതും കൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ 2 ഓപ്ഷൻസ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 ഓപ്ഷൻസ് ടൈപ്പ് ചെയ്യുമ്പോൾ മൂന്നാമത് ഒരു ഓപ്ഷനും കൂടി വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷനിലും കൂടി എന്തെങ്കിലും ടൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നാലാമത് വേറൊരു ഓപ്ഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്ര ഓപ്ഷൻസും ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്തായാലും എത്ര ഓപ്ഷൻസ് ആണ് എന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ സെൻഡ് ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു പോൾ ക്രിയേറ്റ് ആവുന്നതായിരിക്കും. ഇനി നമുക്കിതിൽ വോട്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വോട്ട് ചെയ്യാം. ഇതിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര പേര് വോട്ട് ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇവിടെ താഴെ വ്യൂ വോട്ട്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പം എത്ര പേര് വോട്ട് ചെയ്തു ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്പം ഇങ്ങനെ നമുക്ക് ഇനി മുതൽ വാട്സപ്പിൽ പോൾ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. പുതിയൊരു ഫീച്ചറാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.